എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഭാഗ്യം, ധനയോഗം, നക്ഷത്രങ്ങളുടെ സ്വാധീനം, അതിനൊപ്പം ആത്മീയതയുടെ ആഴത്തിലുള്ള ബന്ധം എന്നിവയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, ജീവിതത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ യാത്ര കൂടിയാണ്. ഭാഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കൗതുകം ഉണരുന്നു. എനിക്ക് ഭാഗ്യമുണ്ടോ? എൻ്റെ സമയം എപ്പോഴാണ് മാറുന്നത് എന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ സത്യത്തിൽ ഭാഗ്യമെന്നത് വെറും ഒരു യാദൃശിക സംഭവം മാത്രമല്ല. അത് നമ്മുടെ കർമ്മഫലങ്ങളുടെ, വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഗ്രഹനിലയുടെ എല്ലാം ചേർന്നൊരു സംയോജനമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും, ഒരു പ്രാർത്ഥനയും, ഓരോ വിശ്വാസവും, ഇതെല്ലാം കൂടി നമ്മുടെ ഭാഗ്യത്തെ രൂപപ്പെടുത്തുകയാണ്. 2026 വിഷുക്കാലം ഒരു സാധാരണ കാലഘട്ടമല്ല. ഇത് പലർക്കും ഒരു വഴിത്തിരിവ് ആകാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ആരംഭിക്കുന്നതോടെ സൂര്യൻ മേടരാശിയിൽ ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നത്, ശുക്രൻ്റെ അനുകൂലമായ സഞ്ചാരം, ഗുരുവിൻ്റെ ശുഭദൃഷ്ടി, ഈ 3 പ്രധാന ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതൊരു അത്ഭുതകരമായ ഊർജം സൃഷ്ടിക്കുന്നു. ഈ ഊർജമാണ് ചിലരുടെ ജീവിതത്തിൽ ധനസമ്പത്തും സന്തോഷവും കൊണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അവൻ ഭാഗ്യവാനാണ്, അവൾക്ക് ഭാഗ്യം കൂട്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ജ്യോതിഷശാസ്ത്രം പറയുന്നത്, ഓരോ വ്യക്തിയുടെയും ജനന സമയത്ത് ഗ്രഹങ്ങൾ എങ്ങനെ നിലകൊണ്ടിരുന്നുവോ അതനുസരിച്ചാണ് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത് എന്ന്. അതിൽ പ്രധാനമായും ധനം, വിജയം, അവസരങ്ങൾ, ഇവയെല്ലാം. ഈ വിഷുഫലത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും സ്ഥാനമാണ്. ശുക്രൻ ധനത്തിൻ്റെ കാരകനാണ്. ആഡംബരവും സമ്പത്തും സൗഭാഗ്യവും എല്ലാം ശുക്രനുമായി ബന്ധപ്പെട്ടതാണ്. ഗുരു എന്നത് ജ്ഞാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. ഗുരുവിൻ്റെ ഒരു ശുഭദൃഷ്ടി മാത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറാൻ. ഈ കാര്യങ്ങൾ രണ്ടും ഒരുമിച്ച് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനെ നാം ദൈവാനുഗ്രഹം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. 27 നക്ഷത്രങ്ങൾ. ഓരോന്നിനും സ്വന്തം സ്വഭാവം, സ്വന്തം ഊർജം എന്നിവയൊക്കെയുണ്ട്. ഇവയെ 3 വിഭാഗങ്ങളാക്കി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. ആദ്യം തന്നെ അശ്വതി മുതൽ ആയില്യം വരെ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ ജീവിതത്തിൽ പരിശ്രമിക്കുന്നവരാണ്. ഇവർക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിക്കാറില്ല. പക്ഷേ അവർ ഒരിക്കലും പിന്മാറുന്നവരല്ല. ഈ വിഷുക്കാലത്ത് ഇവർക്കുള്ള ഫലം സമ്മിശ്രമാണ്. സമ്മിശ്രമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വിജയങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാലഘട്ടം ഇവരെ കൂടുതൽ ശക്തരാക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ എടുത്ത ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. ഇവർക്കായി ആത്മീയമായി ചെയ്യേണ്ട പ്രധാന കാര്യം ഭഗവതി ആരാധനയാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വെറും ഒരു മന്ത്രജപമല്ല, അതൊരു ആത്മശുദ്ധീകരണ പ്രക്രിയയാണ്. ഓരോ നാമവും നമ്മളെ ദൈവത്തോട് അടുത്തു കൊണ്ടുപോകുന്നു. പലർക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്തിപൂർവം ജപിക്കുക. വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ഫലം നൽകും.
ഇനി അടുത്തതായി മകം മുതൽ തൃക്കേട്ട വരെ. മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ പ്രത്യേകമാണ്. ഇവരുടെ ജീവിതത്തിൽ കർമ്മത്തിന്റെ ഫലങ്ങൾ വ്യക്തമായി കാണുന്ന സമയമാണിത്. അവർ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾ ഇപ്പോൾ ഫലിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവർക്ക് തന്നെ അതിശയമുണ്ടാകും, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. അതാണ് പ്രപഞ്ചശക്തിയുടെ ലീല. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് വലിയ ശക്തി നൽകും. വെറ്റിലമാല സമർപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ അതിൻ്റെ ആത്മീയ ശക്തി വളരെ വലുതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരികയും ചെയ്യും. ഇനി അടുത്തതായി മൂലം മുതൽ രേവതി വരെ വരുന്ന നക്ഷത്രക്കാർ. മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇവരാണ് ഈ വിഷുഫലത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ അനുഭവിക്കാൻ പോകുന്നവർ. ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇതുവരെ അവർ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഇനിയൊരു പാഠമായി മാറും. ബുധനാഴ്ചയും ശനിയാഴ്ചയും ഇവർക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത്, നീരാഞ്ജനം നടത്തുന്നത്, ഇത് വെറുമൊരു ആചാരമല്ല. ഇത് നമ്മുടെ കർമ്മദോഷങ്ങളെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ മാർഗമാണ്. നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രഭാവങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ വർഷത്തെ 5 മഹാഭാഗ്യ നക്ഷത്രങ്ങൾ, അതായത് രോഹിണി, മകം, വിശാഖം, ഉത്രാടം, രേവതി. ഈ 5 നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം ഒരു സുവർണ കാലമാണ്. ഈ 5 നക്ഷത്രക്കാർക്കും അതിശക്തമായ ലോട്ടറി ഭാഗ്യമാണ് കാണുന്നത്. ഏതെങ്കിലും വിധേനെ ധനയോഗം നിങ്ങളിലേക്ക് തേടിയെത്തും. ലോട്ടറി എടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ 5 നക്ഷത്രക്കാരും ലോട്ടറി എടുക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ലോട്ടറി എടുക്കുക. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ദിവസങ്ങളിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും കൂടെ പൂർണ്ണമായ വിശ്വാസം ആവശ്യമാണ്. പോസിറ്റീവായ ചിന്തയും നിങ്ങളിൽ ഉണ്ടാവണം. ലോട്ടറി ഭാഗ്യം അതുപോലുള്ള ധനയോഗം നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തിൽ അതിശക്തമായ നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ലോട്ടറി എടുക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു സമയത്ത് ഒരു ചെറിയ തുകയുടെ ലോട്ടറിയെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുക. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഭാഗ്യം എന്ന് വെച്ചാൽ, കാരണം ഇവരുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ അത്യന്തം അനുകൂലമായ നിലയിലാണ്. ശുക്രൻ ഇവരുടെ ധനസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടി ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പകരുന്നു. കൂടാതെ ഗജകേസരി യോഗം പോലുള്ള ശുഭയോഗങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ഇത് വെറും ഒരു പ്രവചനമല്ല, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഭാഗ്യമെന്നത് നമ്മളെ തേടിയെത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. ഒരു വിത്ത് നട്ടാൽ മാത്രം മതിയോ? ഇല്ല, അതിന് വെള്ളവും സൂര്യപ്രകാശവും പരിചരണവും വേണം. അതുപോലെ തന്നെ ഭാഗ്യം ലഭിക്കാൻ വിശ്വാസവും പ്രാർത്ഥനയും പരിശ്രമവും ആവശ്യമാണ്. ലോട്ടറി ഭാഗ്യമെന്നത് പലർക്കും ഒരു വലിയ ആകർഷണമാണ്. എന്നാൽ അതൊരിക്കലും ഒരു ഉറപ്പല്ല, അതൊരു സാധ്യത മാത്രമാണ്. അതിനാൽ അതിനെ ഒരു വിനോദമായി മാത്രം കാണുക, ഒരു പ്രതീക്ഷയായി കാണുക. പക്ഷേ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാകരുത്. യഥാർത്ഥ ഭാഗ്യം നമ്മുടെ ആരോഗ്യം, കുടുംബം, മനസ്സമാധാനം ഇവയാണ്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ സന്ദേശമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വിശ്വാസം കൈവിടരുത്. ദൈവം നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. ചിലപ്പോൾ വൈകിയേക്കാം, പക്ഷേ അവൻ നമ്മൾക്കായി നല്ലതേ നൽകൂ. ഈ വിഷുക്കാലം
എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ച് മുന്നോട്ടു പോയാൽ വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.